അപ്പം ഹായ് ഗൈസ്, നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങിട്ടാണ് പോണേന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളിത് വിജയദശമിയുടെ അന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ എഡിറ്റ് ചെയ്യാനും ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാനും കുറച്ച് നേരമൊക്കെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യാനും തന്നെ ഇത് നേരം വൈകിയത്. അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ പോകാൻ പോണത് ആദിയോഗി, അതായത് ഇഷ ടെമ്പിളാണ്. ഇത് പാലക്കാടാട്ടോ. നമുക്ക് പോകുമ്പോൾ തന്നെ വ്യൂ കാണുമ്പോൾ നമ്മളിട്ട് ഫ്ലാറ്റായിട്ടാണ്ട് വീണ് പോവുക. എനിക്ക് ഗ്രീന് പിന്നെ ബ്ലൂ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ് ഞാൻ. അടിപൊളിയാണ് ഈ സ്കൈയും അതിൻ്റെ ഒപ്പം തന്നെ ഗ്രീനും, അതായത് ഇങ്ങനെ ട്രീസൊക്കെ കാണുമ്പോഴും അടിപൊളിയായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നുന്നു ഈ മലയും ഈ മൗണ്ടെയിനും ഈ ക്ലൗഡ്സൊക്കെ കണ്ടോ, അതായത് മേഘങ്ങളൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. എനിക്കിത് കാണുമ്പോൾ എന്താ പറയുക, കോട്ടൺ ക്യാൻഡി ഐസ്ക്രീമൊക്കെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ മാമനോട് പറഞ്ഞു, മാമ കോട്ടൺ ക്യാൻഡി മേടിച്ചു. കോട്ടൺ ക്യാൻഡി ഇവിടെ എവിടെ കിട്ടും ചോദിച്ചു. അപ്പോൾ ഐസ്ക്രീം മേടിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ആ ഐസ്ക്രീം തിന്നാൻ എനിക്ക് ശ്വാസം മുട്ടും ജലദോഷവും പനിയൊക്കെ അല്ലേ, പിന്നെ നീ എന്തിന് ഇതൊക്കെ തിന്നാണ് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്? അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടെ കൂടെ പോകുമ്പോൾ നമുക്ക് കുറേ പൂ വിൽക്കണ ആൾക്കാരൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അവരൊക്കെ കണ്ട് നമ്മളങ്ങനെ പോവാണ്. കണ്ടില്ലേ ഗൈസ്, ഇവിടെ കുറേ വീടുകളും മലകളും പിന്നെ അതുപോലെ തന്നെ ഈ സ്കൈയൊക്കെ ഈ ക്ലൗഡ്സൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ക്ലൗഡ്സൊക്കെ മഞ്ഞ സാധനമാണ്. മഞ്ഞ് അടിപൊളിയല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വിജയദശമിയുടെ അന്ന് പോയതുകൊണ്ട് തന്നെ ചാണകമൊക്കെ മെഴുകി കോലൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ വീടുകളും അതുപോലെ തന്നെ കടകളും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണം അവർ. നമ്മുടെ കേരളത്തിൽ ഈ വിജയദശമി ഇങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ. അത് നമ്മൾ വിജയദശമിയുടെ അന്ന് തന്നെ നമ്മൾ ഈ ഇഷയ്ക്ക് പോയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റി. ഞാൻ ഈ ഇഷ ടെമ്പിളിലോട്ട് പോകുന്ന സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം ഞാൻ കസിൻ ട്രിപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ കസിൻ ട്രിപ്പ് പോയത് നമ്മൾ യോഗ സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര വിറ്റായിരുന്നു. ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ഞാൻ അമ്മായി ചേട്ടന്മാരൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ അടിപൊളി ഒരു ബ്ലോക്ക് അങ്ങോട്ട് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി റീലും ഫോട്ടോസ് എടുക്കുമ്പോൾ ലൈറ്റ് കാരണം മുഖം അധികം ക്ലിയർ ആയില്ല, ബ്ലറായി. അങ്ങനെ നമ്മളങ്ങനെ ഇഷയിലോട്ട് എത്തി. ഞാൻ ലൈറ്റിംഗ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഈ ലൈറ്റിംഗ് ഷോ ഒക്കെ കണ്ടപ്പോൾ എൻ്റെ പൊന്നു സീനായിട്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ എത്ര പേര് ഈ ലൈറ്റിംഗ് ഷോ, ഈ ഇഷ ടെമ്പിളിലത്തെ ലൈറ്റിംഗ് ഷോ കണ്ടിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ നിരത്തി എടുക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു ഇംഗ്ലീഷിൽ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു മൈക്കിൽ കൂടെ. പിന്നെ ഓം നമ ശിവായ എന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. അവിടെ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. കാണാൻ അടിപൊളി രസമല്ലേ. ഈ മേലെ കാണുന്ന ഒരു വരല്ലേ, അത് ഞാൻ വേറെ സ്ഥലത്തേക്ക് തന്നെ ഇവർ ഫോട്ടോസ് എടുക്കണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മേലെ ഒരു ലൈറ്റ് കണ്ട് വന്നപ്പോൾ മാമൻ നോക്കടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഇതാക്കി. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല സുഖമാണ്. എനിക്ക് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി. ഈ നാഗല്ലേ കഴുത്തമ്മിരിക്കണ ശിവൻ്റെ അത് ആടും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ ഗൈസ്. ഞാൻ ഈ ഇഷ ടെമ്പിളിൽ നോർമലായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നിട്ട്. ഈ ലൈറ്റിംഗ് ഷോ ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പൂജ കണ്ട്. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് ഈ പൂജയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മളവിടുത്തെ മാർക്കറ്റ് മസ്റ്റായിട്ട് കാണണേ. നമ്മൾ ഈ മാർക്കറ്റും കണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ് ഞാനും മാമനും കൂടിയിട്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? എൻ്റെ ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. പിന്നെ എൻ്റെ എപ്പോഴത്തെയും ഒരു കോപ്രായം കണ്ടില്ലേ, ഈ ഫ്ലവർ ക്ലിപ്പ് അങ്ങോട്ട് മേലെ കൊണ്ടുപോയി കുത്തി. എന്താ കാരണം എനിക്ക് ചൂടെടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഫുള്ള് തിരക്കാണ്. അങ്ങനെ നമുക്ക് കാറും കിട്ടി. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.